ദൈവം നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എക്കാലവുമുള്ള എല്ലാ ഫിസിക്കൽ ആസ് വെൽ ആസ് സ്പിരിച്വൽ നീഡ്സ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എക്കാലത്തെയും ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് വാഗ്ദാനങ്ങളുടെ ചുമതല. അങ്ങനെ 8810 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. അത് കാലികമായിട്ട് മനുഷ്യൻ വളരുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മൾ AI-യിലേക്ക് പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം, നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സെറ്റ്സുകളെല്ലാം മാറും. ഇനി നമ്മളൊരു 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴുള്ള വിൻഡോസും എല്ലാം, ഇവൻ ഗൂഗിള് എല്ലാം ചേഞ്ച് ആകും ചിലപ്പോൾ. എന്നിട്ട് വേറെ ഒരു മെത്തേഡിലായിരിക്കും ഇനി നമ്മൾ ജീവിക്കാൻ പോണത്. അതൊരു ഫങ്ഷനൊന്നുമല്ല, ഒരു ജീവിതമായിട്ട് തന്നെ മാറുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കൺവേർട്ട് ചെയ്താലും അപ്പോഴും ദൈവത്തിൻ്റെ പ്രോമിസസ് അപ്ഡേറ്റ് ആയിരിക്കും. കാര്യം ഇത് കർത്താവിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിരിക്കുന്നത്, ആകാശവും ഭൂമിയും കടന്നുപോയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരികയില്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധിച്ചിടുന്നു പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ. ആകാശവും ഭൂമിയും കടന്നുപോയി. മത്തായി 24:35. മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും. ഏറ്റു പറഞ്ഞ് ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. വചനങ്ങൾ മീൻസ് കർത്താവിൻ്റെ വാക്കുകൾ. കർത്താവിൻ്റെ വാക്കുകളുടെ വിഷയം അറിയാമല്ലേ? എല്ലാ വാക്കുകളും പ്രഗ്നൻ്റാണ്, ഗർഭമുള്ള വാക്കുകളാണെല്ലാം. കാര്യം എല്ലാ വാക്കിൻ്റെ ഉള്ളിൽ ദാനങ്ങളുണ്ട്. അതാണ് വാഗ്ദാനമെന്ന് പറയണത്, വാഗ്ദാനം. ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് പത്രവാർത്ത പോലെയുള്ള കേവല വർത്തമാനങ്ങളല്ല. എല്ലാ വാക്കിലും മനുഷ്യരാശിയുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു മെക്കാനിസം ഈ ദാനം റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോമിസ്, നമ്മളെ ഉടമ്പടി പുസ്തകത്തിൽ നിങ്ങൾ വായിച്ച് കാണും അല്ലേ? പ്രോമിസ്. വാഗ്ദാനങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്ന് പറയും. എന്താണത്? പ്രാമിത്തരേ. ദാറ്റ് മീൻസ് ടു പുൾ ഔട്ട് ദ പ്രോമിസ്. അതായത് അതിൻ്റെ അകത്തുള്ള ദാനങ്ങളെ വലിച്ച് പുറത്തെടുക്കാൻ പല മാർഗങ്ങളുണ്ട്. വലിച്ച് പുറത്തെടുക്കാൻ കർത്താവ് ഒരു മനുഷ്യ ജന്മത്തിന് എക്കാലത്തേക്കുമുള്ള ദാനങ്ങളെ അതിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി, വലിച്ച് പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട്. സാധാരണ സിമ്പിളായിട്ട് നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കും. ഉടമ്പടി പ്രാർത്ഥന ഓൾറെഡി ഉണ്ട്. പക്ഷേ ചില ദാനങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ, പിടിച്ച് പുറത്താക്കാൻ, വലിച്ച് പുറത്തിടാൻ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ പ്രഖ്യാപനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപനമുണ്ട്. അതാണ് വിശ്വാസ പ്രമാണം, പ്രഖ്യാപനമാണ്. ഇനി പ്രഖ്യാപനത്തിനും ചില സമയത്ത് അതിൻ്റെ പരിമിതികളുണ്ട്. മേജറായിട്ടുള്ള പ്രോമിസസ് ആണെങ്കിൽ പ്രഖ്യാപനം കൊണ്ട് നടക്കത്തില്ല. പ്രഖ്യാപനം ഒരു അധര സേവ പോലെ വരത്തുള്ളൂ. ഹൃദയം ഒരു ഫാക്കൽറ്റിയാണ്. അധരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ഫാക്കൽറ്റിയാണ് ഉള്ളത്. ഒന്ന് ബ്രെയിൻ അല്ലേ, ഇൻ്റലക്റ്റ്. രണ്ടാമത്തത് വിൽ. ഈ 2 ഫാക്കൽറ്റിയും എപ്പോഴും വേണ്ടത്, ഈ 2 ഫാക്കൽറ്റിയുടെയും കൺകറൻസ് വേണം നീ ചെയ്യണ കാര്യങ്ങൾക്ക്. 2 ഫാക്കൽറ്റിയുടെയും. ഇപ്പോൾ ബുദ്ധിയിൽ നിന്ന് നിനക്ക് ലാംഗ്വേജ് ഉണ്ടാകും, അതാണ് നീ സംസാരിക്കണത്. ബുദ്ധിയില്ലാത്തവന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ബുദ്ധിയില്ലാത്തവർ സംസാരിക്കുന്നില്ലല്ലോ. ബുദ്ധി കുറയുന്നതനുസരിച്ചുകൊണ്ട് സംസാരം കുറയും. കാര്യം എന്താ കാര്യം? അവന് ഇമോഷൻസൊക്കെ ഉണ്ടാവും.
വെബ്രാളവും ഒക്കെ കാണിക്കും, പക്ഷേ സംസാരിക്കത്തില്ല. ബുദ്ധി കുറഞ്ഞാൽ സംസാരിക്കത്തില്ല. ബുദ്ധി എന്നാണ് ലാംഗ്വേജ് ഉണ്ടാകണത്, ഭാഷ ഉണ്ടാകണത്. ഭാഷ സ്പെൽ ഔട്ട് ചെയ്യണത് അധരം കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ ദാനങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ ബുദ്ധിയുടെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാൻ പറയണത്, ഇല്ലേ? റോമർ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ഓക്കെ, ദിസ് ഈസ് 50% ഉള്ളി. അധരത്തിൻ്റെ എല്ലാം ഇപ്പോൾ പ്രാർത്ഥനയായാലും നിങ്ങൾ പറയുന്ന വിശ്വാസ പ്രഖ്യാപനമായാലും എല്ലാം അധരത്തിൻ്റെ മെക്കാനിസംസാണ്. ഇതെല്ലാം ബുദ്ധി എന്ന ഒറ്റ ഫാക്കൽറ്റിയിലേ വർക്ക് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു ഫാക്കൽറ്റി ഉണ്ട്, എന്താണ്? വിൽ, മനസ്സ്. ഈ ഫാക്കൽറ്റിയിലുള്ള വിഷയം, മനസ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുകയല്ല, അത് ചെയ്യുകയാണ്, എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഇമോഷണൽ കൺവിക്ഷൻസ് കിട്ടിയില്ലെങ്കിൽ എക്സിക്യൂഷൻ ഉണ്ടാകത്തില്ല, പ്രയോഗത്തിൽ വരത്തില്ല. നമ്മൾ ആശയപരമായിട്ട് ശരിയാണ്, ആശയപരമായിട്ട് ശരിയാകാം, പക്ഷേ വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാനെന്തിനത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് വൈകാരിക ബോധ്യം ഉണ്ടാകണം. വൈകാരിക ബോധ്യം ഈസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലവ്. അത് ദൈവത്തോടെ സ്നേഹം കൊണ്ട് ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് വൈകാരിക ബോധ്യം ഉണ്ടാകുന്നത്. അതൊരു വേറൊരു ഫാക്കൽറ്റിയാണ്, അത് വില്ലാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് നടപ്പിൽ വരുത്തുക എന്നർത്ഥം. പ്രയോഗമാണ് നടത്തുക. ഉടമ്പടി വരണത് ഇവിടെയാണ്, പ്രയോഗത്തിലാണ് വരണത്. ഉടമ്പടി സമ്പൂർണ്ണമായി നിൽക്കുകയാണ്. ഉടമ്പടി എന്തൊക്കെ ഉണ്ട്? പ്രാർത്ഥനയുണ്ട്, ഇല്ലേ? പക്ഷേ അത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്ന സംഭവമാണ്. ഉടമ്പടിയിൽ എന്തുണ്ട്? പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പ്രമാണം ചെല്ലുന്നു. അതും പക്ഷേ ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നതാണ്, അത്തരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു. പക്ഷേ വേറെ പ്രോബ്ലം എന്താണ്? ഉടമ്പടി വേറെ സംഭവമുണ്ട്, പ്രയോഗം. അപ്പോൾ പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. ഈ പ്രയോഗമാണ് ഈ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്ക് പ്രഖ്യാപനമുണ്ട്, പക്ഷെ പ്രയോഗമില്ലെങ്കിൽ, കാര്യം അത് പ്രയോഗമില്ലെങ്കിൽ, മാലാഖമാരുടെ ഭാഷ അറിഞ്ഞാലും സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. പ്രയോഗമെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലവിൽ വരണതാണ്. അത് വില്ലാണ്, അതിൻ്റെ മനസ്സാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അവിടുന്ന് വരണത് ദൈവസ്നേഹമാണ് വരണത്. ദൈവസ്നേഹമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങനെക്ക് തന്ന വചന വാഗ്ദാനങ്ങള് ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും ആന്തരിക ബോധ്യത്തോടെ നടപ്പിൽ വരാൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. വചനം കേൾക്കുമ്പോൾ അത് ദൈവസ്നേഹത്തോടെ നടപ്പിൽ വരുത്തുവാൻ ഈ ആരാധനയിലൂടെ നമ്മളെ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തിന് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ വൈകാരികമായ അംശം അതിൻ്റെ തുണ്ട്. ആശയപരമായ ബൗദ്ധികമായ അംശമല്ലാതെ വൈകാരികമായ ഊഷ്മളമായ സ്നേഹനിർഭരമായ ഒരു അംശം ഉള്ളത് കൊണ്ടാണ് കർത്താവ് ആൾക്കാരെ എടുക്കുമ്പോൾ ഫിൽട്ടർ ചെയ്യണത്. എല്ലാവരെയും എടുക്കത്തില്ല, ഫിൽട്ടർ ചെയ്യും. അതുകൊണ്ട് മാർക്കോസിൻ്റെ സുവിശേഷം പറയും, കർത്താവ് ഫിൽട്ടർ ചെയ്താണ് ആൾക്കാരെ എടുക്കുന്നത്. എങ്ങനെ അരിച്ച് നോക്കിയാണ്, എന്താണ്? അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ. അടാ പ്രശ്നം ഇല്ലേ? മാർക്കോസിൻ്റെ സുവിശേഷം 3:20 വായിച്ച്, 20ആണോ? അതെ, 3:20 അല്ലല്ലോ, 3:13 വായിച്ച്. ശ്രുതികട ഹല്ലേലൂയ. മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി. പറഞ്ഞേ, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെയാണ് പ്രോബ്ലം. ഇത് ഇസ് എ പ്രോബ്ലം, ഒരു ട്രാജിക് പ്രോബ്ലമാണ്. ഇവിടെയാണ് നമ്മൾ കയറി പറ്റാൻ നോക്കേണ്ടത്. ഇത് നമ്മൾ പരാജയപ്പെട്ട ഉടമ്പടി പരാജയപ്പെടും.
കാര്യം ഈശോയുടെ മൈൻഡ് സെറ്റ് മനസ്സിലായില്ലേ? ഒരാളിൻ്റെ മൈൻഡ് മനസ്സിലാക്കിയാൽ പിന്നെ എളുപ്പമാണ് ഗെറ്റ് ത്രൂ. ഇവിടെ എന്താ പറയണത്? അവൻ മുകളിലേക്ക് കയറി, പിന്നെ എന്ത് ചെയ്ത് അവിടുന്ന് ഏറ്റു പറഞ്ഞ അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അപ്പോൾ ഇപ്പം വിളിയായി. ആരെ വിളിച്ചിരിക്കണത്? ഇഷ്ടപ്പെട്ടവരെ. ഇവിടെ നമ്മൾ വളരെയേറെ തന്ത്രപരമായിട്ട് സമീപിക്കേണ്ടതാണ്. ആരാണ് ഇഷ്ടപ്പെട്ടവർ, എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, അതെല്ലാം നമ്മൾ അറിയണം. എന്നാൽ ഇതിൻ്റെ അകത്ത് വളരെ ഈ പത്മവ്യൂഹത്തിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ പറയും, യേശുവിൻ്റെ ഹൃദയമേ എൻ്റെ ഹൃദയത്തെയും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ, എന്തെല്ലാം തരം പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയാതെ ഈ അധരം കൊണ്ട് ഇങ്ങനെ വൈകാരികമായിട്ട് കണ്ണീരിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ ഇഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്? 3:14 വായിച്ച്. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. ദാറ്റ് മീൻസ് സദാഭിഷേകം. അല്ലാതെ IELTS പാസ്സായി കഴിഞ്ഞിട്ട് അത് അവിടെ പോയി ജോലിയും കിട്ടി പിന്നെ കല്യാണം കഴിച്ചിട്ട് ഗുഡ് ബൈ പറയാനല്ല, തന്നോട് കൂടി ആയിരിക്കണം. ഇത് ആദ്യമേ നിങ്ങൾ ധാരണയിലെത്തണം കർത്താവുമായിട്ട്. ഇതൊരു സീരിയസ്, അല്ലാതെ ഒരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല. ഷോർട്ട് ടൈമിലാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യം കാണുമ്പോൾ ഗുഡ് ബൈ പറയാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നൊരു നിർബന്ധവുമില്ല. ക്ലിയർ അല്ലേ? മരം അറിഞ്ഞ് തന്നെ കൊടിയിടേണ്ടി വരും. അത് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, എന്റെ കാര്യമല്ലാതെ അതിനേക്കാൾ ഉപരി അങ്ങയുടെ കാര്യം അങ്ങയോട് കൂടി ആയിരിക്കുവാൻ എനിക്ക് ആന്തരികമായ അഭിഷേകം നൽകണമേ, ആന്തരികമായ ആഗ്രഹം നൽകണമേ, എന്നെ കൂടെ നിർത്തണമേ. ശ്രുതികടേ മരിയനോട് പണിയെടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അങ്ങയോട് കൂടെ ആയിരുന്നുകൊണ്ട് യാത്രയിൽ ഈ പാട്ടിലുണ്ടല്ലോ, ദൈവസ്നേഹമുള്ള മക്കളാണ് പാടുകയാണെങ്കിൽ കടൽ ഇരമ്പം പോലെ ഇരിക്കും. ഇവിടെ ജീവനോടെ ഈശോ എഴുന്നള്ളിയിരിക്കുമ്പോൾ അമ്മയും പിതാവായ ദൈവവും എല്ലാവരും സാന്നിധ്യം നൽകുമ്പോൾ, 10,000-കണക്കിന് മാലാഖമാർ നിൽക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മളുടെ സ്തുതിപ്പെല്ലാം ഒരു കടലിരമ്പം പോലെ ആയിരിക്കണം. സ്തുതിക്കട്ടെ. ഒരുമിച്ച് പാടുക എല്ലാവരും. സ്വരത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു വിഷയമുണ്ട്. എന്താണ്? ഈശോൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഇഷ്ടപ്പെടുക. ക്ലിയർ അല്ലേ? അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഞാനിതിൻ്റെ ഒരു പൂട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി എത്രയോ പൂട്ട് കിടക്കണം. ആദ്യം ഈശോയുമായിട്ട് നിങ്ങൾ ഒരു അഭിമുഖത്തിന് സമയം കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല, ഇതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ്. എന്താണ് അത് ആദ്യമേ എൻ്റെ മക്കൾ തീരുമാനിക്കണം. അതാദ്യമേ
അതായത് ഇത് ഞാൻ എൻ്റെ ജന്മം ഇവിടെ തീരണത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് കൊതിക്കുന്നു എന്ന് പറഞ്ഞേ. എൻ്റെ ജന്മം ഇവിടെ തീരുവോളം സുവിശേഷം പറയുന്ന പോലെ നിന്റെ കൂടെ ആയിരിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ കൊതിക്കുന്ന നിന്നോടുള്ള സ്നേഹത്താൽ അന്തരാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കൂടി ആയിരിക്കാൻ. പിന്നെ എന്താ, ചുമ്മാ ആയിരുന്നാൽ മതിയാ? ആയിരുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. പണ്ടത് മറിയം ആയിരുന്ന പോലെ ഇരിക്കും. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയും. പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയ്യടിയെല്ലാം ഓട്ടാക്കാൻ പറ്റിയില്ല. മറിയം പുനരുദ്ധാനം പ്രഘോഷിക്കുന്നതിൽ മറിയം പരാജയപ്പെട്ടു. മറിയം ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ? മേസൻ്റെ വീട്ടിൽ വെച്ച് മാർത്ത അവളെ സഹായിക്കാൻ വേണ്ടി മറിയത്തെ നിർബന്ധിക്കാൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദാറ്റ്സ് ഓക്കെ, നമുക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കാം. നമ്മളത്തേക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതും ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറുതെ വചനം, ചില ആൾക്കാർ വചനം 3 പ്രാവശ്യം എഴുതും, 4 പ്രാവശ്യം എഴുതും, ചിലർ വചനം മുഴുവൻ കാണാതെ പഠിക്കും. ഇതൊക്കെ എല്ലാം ചെയ്യാം, ഇതൊക്കെ ഒരു നല്ല ഭാഗം തന്നെയാണ്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണം. അടുത്ത കാര്യമുണ്ട്. അടുത്ത കാര്യം വായിച്ചേ, 3:14-15 വായിച്ചേ. മർക്കോസ് 3:14-15 വായിച്ചോളൂ. ശ്രുതികട്ടെ. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രശ്നം അതാണ്. കർത്താവിനെ കൈമാറാൻ അയക്കാനാണ് അടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പുട്ടും കടലയും കഴിക്കാനല്ല. കൈമാറാൻ പോകേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. അല്ല യേശുവേ സ്വസ്ത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇതൊരു കഥയില്ല. ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. സുവിശേഷം സത്യത്തിൻ്റെ സുവിശേഷമല്ലേ? അപ്പം അഭ്യാസമൊന്നും നടക്കത്തില്ല. കൈ നനയാതെ ഒന്നും മീൻ പിടിക്കാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞത്? സുവിശേഷം പറഞ്ഞ് എന്തിനാ അയക്കണം എന്ന് നോക്കിയേ. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രസംഗിക്കാൻ അയക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം കൈമാറണം. അതിനാണ്. അങ്ങനെ കൈമാറാൻ അയക്കുന്നതിന് പിന്നെ എന്തിനാണ്? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ നിന്ന് മാറണം. കൈമാറാൻ അയച്ചാൽ പോരാ. തിന്മയുടെ ശക്തികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, സമൂഹത്തിൽ രൂപപ്പെട്ട് വരും. അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലെന്നൊരു കാര്യമില്ല. ഇറ്റ് ഈസ് നമ്മുടെ സബ്ജക്റ്റാണ്. തിന്മകളുടെ സബ്ജക്റ്റ്. ചിലപ്പോൾ ജനാധിപത്യം ചില സമയത്ത് പ്രതിക്കൂട്ടിലാകും. ജനാധിപത്യം ഒന്ന് വീമ്പിളക്കി ഭരണത്തിൽ കയറുന്നവർ പോലും ചിലപ്പോൾ ജനാധിപത്യത്തിനെതിരെ വരും. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ പ്രബലപ്പെടും. അങ്ങനെ വരുമ്പോൾ നന്മയുടെ സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. സത്യത്തിൻ്റെ കൂടെ നിർഭയം ആരും നിൽക്കുന്നുവോ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് സുവിശേഷത്തിൻ്റെ വേലയുടെ ഭാഗമാണ്. നമുക്കെന്താ നിർഭയം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്തു ജീവിതം എന്നൊക്കെ പറയണത് ഏതെങ്കിലും മൂലയ്ക്ക് ഒന്ന് കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് മരിച്ചുപോൾ എന്ത് സംഭവമാണെന്ന് ധരിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ സെൻസ്. നമ്മൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോഴാണ് സമൂഹത്തിൽ തിന്മ കുറഞ്ഞു വരണത്. അപ്പോൾ സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോൾ, നീതിയുടെ ചേരി നിൽക്കുമ്പോൾ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടും, സത്യം അടയാളപ്പെടുത്തപ്പെടും. ഇപ്പം നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അടയാളപ്പെടുത്തപ്പെടാതിരിക്കുമ്പോൾ തിന്മ ചിലപ്പോൾ നന്മയുടെ ആനുകൂല്യം കൈപ്പരിച്ചുകൊണ്ട് അതൊരു വാല്യൂ സിസ്റ്റമായി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സമൂഹം മുഴുവനും അന്ധകാരത്തിലേക്ക് പോകും. ദൈവരാജ്യം അവിടെ വെച്ച് നഷ്ടപ്പെടും. നമ്മൾ പറയുന്ന പല ദൈവരാജ്യവും ഒരു IELTS പാസ്സാകുന്നതിലൂടെ, കാനഡയിൽ പോകുന്നതിലൂടെ തീരുകയാണ് മനുഷ്യൻ്റെ. ഇതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് മരമറിഞ്ഞ് കൊടിയിടണം. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം. എന്നുവെച്ചാൽ കർത്താവിനെ കൈമാറാൻ തയ്യാറാകണം. നമ്മൾ കർത്താവിനെ കൈമാറാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവവേദന നിന്നെ ദൈവം സ്വന്തമാക്കും.
ഇപ്പം നിന്നെ എന്തെങ്കിലും കൊണ്ട് ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. നിന്നെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് ഒന്നും കിട്ടാനില്ല. പിന്നെ വൈഷ്ണു ദൈവം നിങ്ങളെ എന്തുകൊണ്ട് ബേറെ ചെയ്യണം? എന്നെ നിന്നെ ബേറെ ചെയ്യാൻ എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ നിന്നെ ലോകത്തിന് കൈമാറാൻ, നിന്റെ മൂല്യങ്ങളെ ലോകത്തിന് കൈമാറാൻ, ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ കാണിച്ചു തന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ, സുവിശേഷത്തിന്റെ മൂല്യം കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സുവിശേഷത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതനീ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സത്യം പറയട്ടെ. അതായത് ഇന്ന് ലോകത്തിൽ ലഭ്യമായ ഏറ്റവും സമയ ചുരുക്കത്തിൻ്റെ പദ്ധതി ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ, അയാളുടെ പേരെന്താണ്, ആൻ്റണി ആൽഫിൻ്റെ ഒരു സാക്ഷ്യം കേട്ട്, പുള്ളി വിസ അടിക്കണ സമയമായപ്പോഴാണ് പുള്ളിയുടെ പാസ്പോർട്ട് റിജക്റ്റായി. എന്താ കാര്യം? പാസ്പോർട്ടിൽ ആൽഫിൻ ആൻ്റണി എന്ന് അടിച്ചിരിക്കുകയാണ്. ആൽഫിനാണ് ആള്, ആൽഫിൻ ആൻ്റണി. അപ്പോൾ വിസ അടിക്കാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങാപ്പോൾ ഒരു 5 ദിവസമേ ഉള്ളൂ. തെറ്റായ പാസ്പോർട്ടിൽ എങ്ങനെയാണ് ഇനി റീജിയണൽ പാസ്പോർട്ടിലേക്ക് പോയി വരണം. റീജിയണൽ പാസ്പോർട്ടിൽ പോയി അത് ആൻ്റണി ആൽഫിനെന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ വരണം. ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വേണം. ഇതൊന്നും 5 ദിവസം കൊണ്ട് നടക്കത്തില്ല. പക്ഷേ ഇവൻ ഈ ഉടമ്പടിക്കാശുരം പിടിച്ചുകൊണ്ട് റീജിയണൽ ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ഇത് റെക്ടിഫൈ ചെയ്യുകയും, കാര്യം അത് അപ്പോൾ അവർ പറയും 14 ദിവസം വേണമെന്ന്. അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസം. പാസ്പോർട്ട് തിരുത്തി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസമാണ്. 14 വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് 14 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ സ്വാഭാവികമായി എല്ലാം അങ്ങനെ, അതിൻ്റെ നിയമം അതാണ്, അതിൻ്റെ പ്രോസസ് ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൻ്റണി ആൽഫിനെ ആക്കുന്നതിന് 14 ദിവസം വേണം. പക്ഷേ ഇവൻ ഈ ഉടമ്പടി അസുരൻ തിരുമി മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് സഞ്ചാരി മാതാവ് ഇവൻ്റെ കൂടെ പോയിട്ട് അവസാനം റീജിയണൽ ഓഫീസിൽ കറക്റ്റ് ഒരു 3 ദിവസം കൊണ്ട് സെറ്റാവും. 3 ദിവസം സെറ്റാകുമ്പോൾ ഇത് ഇനി സെൻഡ് ചെയ്യണം. അവർ കൈ തന്നി വിടത്തില്ല. അവർ ലോക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോഴിതിനിടയ്ക്ക് ശനി ഞായറും വന്ന് പണി പണിച്ചില്ലേ, വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ശനി ഞായറുമാണ് 5 ദിവസം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ചയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പോകും. അപ്പോൾ ഒരു മനുഷ്യൻ ചക്രശ്വാസം വലിക്കണ അവസ്ഥ കണ്ടില്ലേ? അപ്പോൾ എന്നാ ചെയ്യിക്കണം? അവൻ അപ്പോഴും അമ്മയെ തന്നെ മുറുകെ പിടിക്കും. അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ, സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ. അപ്പോൾ അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഇവൻ ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യണം? അവരുടെ അടുത്ത് വരണ്ടേ ഇത്? അവിടുന്ന് സീലടിച്ച് ലോക്കൽ പോസ്റ്റ് ഓഫീസ് വന്നാലല്ലേ ഇവർക്ക് സീലടിച്ചിട്ട് രജിസ്റ്റർ ചേർത്തിട്ട് ഇവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ഒരു മാഡം തയ്യാറാവും. ഒരു മനസ്സിന് അവിടെ മനസ്സിന് മാതാവ് ഉണർത്തും. എന്നിട്ട് മാഡം പറയും, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും. ഉടനെ അവരവിടുത്തെ സീലിൻ രജിസ്റ്റർ എടുത്തുകൊണ്ട് റീജിയണൽ പോസ്റ്റ് ഓഫീസർ ഇവൻ്റെ കൂടെ ചെല്ലും. എന്നിട്ട് നേരിട്ട് റീജിയണൽ ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വെച്ചിട്ട് അവൾ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കും. കൈയിടിച്ച് കർത്താവ് അതിശയവാ
അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അപ്പൊ ഈ 14 ദിവസമാണ് ചുരുങ്ങി വെറും 3 ദിവസമാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇത് 14 ദിവസമാണ് ചുരുങ്ങി 3 ദിവസമായിരിക്കുന്നത്. ഈ സമയ ചുരുക്കം എപ്പോഴും ഞാൻ നിങ്ങൾ പറയും, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിലൊരു ഗുണമാണ് ഈ സമയ ചുരുക്കം. പക്ഷേ എൻ്റെ മക്കൾ അറിയേണ്ടത് സമയ ചുരുക്കത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? എപ്പോഴാണ് സമയം ചുരുങ്ങണത്? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുക. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുന്നത് പാടാ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നണത്, മർക്കോസിൻ്റെ 13:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. മർക്കോസ് 13:20. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, ഒന്ന് പറഞ്ഞേ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. അടുത്ത വായിച്ചേ. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാണ് സത്യാവസ്ഥ. ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരന്ത ദിനങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ ആ ദിവസങ്ങൾ 13:20 ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ച് പറയുകയാണ്. അപ്പോൾ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ചാണ് മാർക്കോസിൻ്റെ സുവിശേഷം 13:20 പറയണത്. ഈ ദുഃഖങ്ങളുടെ ദിവസം, ക്ലേശങ്ങളുടെ ദിവസം, ആധികളുടെ ദിവസം, ഉത്കണ്ഠയുടെ ദിവസം, പരവേശത്തിൻ്റെ ദിവസം ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇപ്പോൾ ഇവൻ്റെ പാസ്പോർട്ടിൻ്റെ വിഷയം കണ്ടില്ലേ, അവൻ ഞെട്ടിപ്പോയില്ലേ പെട്ടെന്ന്. ആൽഫിൻ ആൻ്റണി എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ചങ്ക് പറഞ്ഞു പോയി. അത് ക്ലേശങ്ങളുടെ ദിവസങ്ങളാണ്. ഈ ക്ലേശങ്ങളുടെ ദിവസങ്ങൾ എന്ത് പറ്റും? അത് ദൈവം ചുരുക്കി തരും, കുറച്ച് തരും. 14 ദിവസം ടെൻഷൻ അടിക്കേണ്ടത് 3 ദിവസമാക്കി കൊടുക്കണം. പക്ഷേ എങ്ങനെയാണ് അത് കൊടുക്കണത്? 14:21 ഉണ്ട്, 13:21. മർക്കോസ് 13:21 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 13:21. ഇതാ ക്രിസ്തു ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. അത് വായിച്ചോളൂ. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ ആർക്ക് വേണ്ടിയാണ് കർത്താവ് ദിവസം ചുരുക്കാൻ, ടൈം ഷോർട്ട് ചെയ്യണം? ആർക്ക് വേണ്ടിയാണ്? അതാണ് പ്രശ്നം. അത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി മാറണം. അതായത് വിളിച്ചാൽ മാത്രം പോരാ, മറിച്ച് എന്താണ്? ഇപ്പം നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, ജന്മം കൊണ്ട് ക്രിസ്ത്യാനി ആയവരുണ്ടാകാം, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരുണ്ടാകാം. അതെല്ലാം വിളിയാണ്. വിളി വേറെ, തിരഞ്ഞെടുപ്പ് വേറെ. 1:10 1:10 വായിച്ച്, വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, രണ്ട് കേസാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. വായിച്ചോളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്, വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു, അപ്പോൾ ക്രിസ്ത്യാനിയായി ജീവിച്ചു, അതൊരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ജ്ഞാനസ്ഥാനപ്പെടുത്തിയപ്പോൾ തന്നെ, നമ്മളെ ജ്ഞാനസ്ഥാനപ്പെടുത്തിയ തന്നെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അവിടെ കെയർ ഓഫിൽ ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരിക്കണത്. എന്നിട്ട് നമ്മൾ മുതിർന്നപ്പോഴേ ഈ വിശ്വാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ചപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത്.